I cordially invite His Grace Mar Andrew Startha, President CBCI, for the Presidential Address. ഉത്ഥിതനായ ഈശോ ആദ്യം പറഞ്ഞ വാക്കുകളോടെയാണ് ലിയോ 14 പാപ്പ ജനത്തെ അഭിസംബോധന ചെയ്തത്. അതേ വാക്കുകൾ തന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പീസ് ബി വിത്ത് യു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ജനകീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമായ പത്രോസിൻ്റെ പിൻഗാമിയായി ലഭിച്ച ലിയോ 14 മാർപ്പാപ്പയ്ക്ക് എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ടും യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ സമീപ പ്രദേശങ്ങളിലെല്ലാം സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പാലായിലെ പ്രിയപ്പെട്ട ദൈവജനമേ, പാലായിൽ നിന്നുള്ള മിഷണറിമാരെ, ഈ രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കല്ലറങ്ങാട്ട് പിതാവെ, നമുക്ക് എല്ലാവർക്കും പ്രിയകരനായ 99-ലും ചെറുപ്പക്കാരനായ പള്ളിക്കാപ്പറമ്പിൽ പിതാവേ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ, മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങി ഇവിടെയുള്ള വിവിധ ജനപ്രതിനിധികളെ, അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ, അനുമോദനങ്ങൾ, പ്രാർത്ഥനകൾ. തൃശ്ശൂർ രൂപതയാണ് കൊടുങ്ങല്ലൂരിൻ്റെ പശ്ചാത്തലത്തിൽ 1887 മെയ് 20 ആദ്യത്തെ സീറോ മലബാർ രൂപതയെങ്കിലും ഏറ്റവും വലിയ മിഷണറി രൂപത ഏതാണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പാല രൂപതയാണ് ഏറ്റവും വലിയ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മിഷണറി രൂപത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കല്ലറങ്ങാട്ട് പിതാവിനോട് ഞാൻ ചോദിക്കുകയായിരുന്നു, പാല രൂപതയിൽ നിന്ന് എത്ര മെത്രാന്മാരുണ്ട്? നിങ്ങളുടെ പ്രോട്ടോസിഞ്ചലസിനോട് ഞാൻ ചോദിച്ചു, എത്ര മിഷണറിമാർ ഇപ്പോൾ പോയിട്ടുണ്ട്? സന്യാസിനികൾ എത്രയുണ്ടാകും? അവർ പറഞ്ഞതനുസരിച്ച് 39 മെത്രാന്മാര് പാല രൂപതയിൽ നിന്നുണ്ട്. വേറെ ഒരു രൂപതയിൽ നിന്നും ഉണ്ടാകും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ മിഷണറി രൂപത എന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ നാരമ്പറമ്പ് പിതാവും മറ്റേതാൻ പിതാവൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 39 മെത്രാന്മാർ, 400ഓളം മിഷണറി വൈദികര്, 5000ഓളം സന്യാസിനികൾ. പാലക്കാര് നിങ്ങൾ മിഷണറിമാർ തന്നെയാണ്. യേശു തൻ്റെ ശിഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ദൗത്യം എന്താണ് എന്ന് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-15, മത്തായി 28-19-20 പറഞ്ഞിട്ടുണ്ട്. ഗോ, പോകുക, ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്, പ്രസംഗിക്കുക, സുവിശേഷം പ്രസംഗിക്കുക. ഈ ദൗത്യം സ്വീകരിക്കാത്ത ഒരാളും ക്രിസ്ത്യാനിയല്ല, ക്രിസ്തു ശിഷ്യനല്ല. ഇന്നലെ ബാംഗ്ലൂര് ഒരു വലിയ എക്യുമെനിക്കൽ മീറ്റിംഗ് ഇന്നലെ രാത്രി നടക്കുകയായിരുന്നു. ഒരു 10-20 ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് എക്യുമെനിക്കൽ ചർച്ചസ് വന്നിരുന്നു. അവരെല്ലാവരോടും പറഞ്ഞത്, അല്ലെങ്കിൽ ഏറ്റവും മുന്നേ പറഞ്ഞത്, നമ്മളെല്ലാവരും മിഷണറിമാരാണ്. ആ ദൗത്യത്തിൽ എല്ലാ ക്രൈസ്തവരും ഒന്നായി നിൽക്കണം. എങ്ങനെ നമുക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ ചലഞ്ചസ്, വിവിധ വെല്ലുവിളികളുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെ ക്രിസ്ത്യാനികൾക്ക് മിഷണറിമാരായി ജീവിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കാനാണ് ഞാൻ അവരെ ക്ഷണിച്ചത്. മിഷണറി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയല്ല, ക്രിസ്തു ശിഷ്യനല്ല. ഈ അവസരത്തിലാണ് പാലാ രൂപയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച്
ഈ മിഷണറി സംഗമം രൂപത സംഘടിപ്പിച്ചിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ മിഷണറി രൂപതയായ പാലാ രൂപതാംഗങ്ങളെ പിതാവിനോടടക്കം നിങ്ങളെല്ലാവരെയും ഈ മിഷണറി സംഗമത്തിൽ ഒന്നുകൂടി അനുമോദിക്കാനായിട്ടും ഈ തീക്ഷ്ണതയും ഈ ശൈലിയും ഭാരതത്തിന് വേണ്ടി തുടരാനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ CBCI പ്രസിഡന്റ് ആയതിനു ശേഷം 3 പ്രാവശ്യം വ്യക്തിപരമായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ കാണുകയുണ്ടായി. 3 പ്രാവശ്യവും എഴുതി കൊടുത്ത ലെറ്ററിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു, ഇവിടുത്തെ ക്രൈസ്തവര് അത് വിദേശ മതമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. മറ്റു പല രാജ്യങ്ങൾ, ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവമാകുന്നതിന് മുമ്പേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ക്രൈസ്തവമായിരുന്നു. ഒന്നാമത്തെ മിഷണറി, ആ മിഷണറി മാതൃകയിലാണ് നമ്മൾ. ഒന്നാമത്തെ മിഷണറി ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ തോമസ് ലീഹയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ക്രൈസ്തവ മതം അത് ഭാരതത്തിൻ്റെ മതം തന്നെയാണ്. അതിൽ അഭിമാനിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈയടിക്കാൻ ഞാൻ പറയാം. ഒപ്പം പറഞ്ഞു, ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത്, ഹിന്ദി ഭാഷ അടക്കം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ക്രൈസ്തവരാണ് എന്ന് ധീരതയോടെ, അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, ആതുര ശുശ്രൂഷ രംഗത്താകട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലാകട്ടെ, ആരംഭത്തിൽ മാധ്യമങ്ങളിൽ, കാർഷിക രംഗത്ത്, ബിസിനസ് രംഗത്ത്, തൃശ്ശൂർക്കാർ ബിസിനസ് രംഗത്ത്, പാലക്കാട് കാർഷിക രംഗത്ത്, അങ്ങനെ ഈ മേഖലകളിലേക്കെല്ലാം ആനുപാതികമായി ഏറ്റവും കൂടുതൽ രാഷ്ട്രനിർമ്മിതിക്ക് മുന്നിട്ട് നിന്നതാണ്. അതുകൊണ്ട് ഭാരതീയരെന്ന നിലയിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ക്രൈസ്തവരെന്ന് ശക്തമായി പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ പറയുകയുണ്ടായി. ഇന്ത്യയുടെ വിവിധ പശ്ചാത്തലത്തിൽ വെല്ലുവിളികൾ കാണുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന മിഷണറിമാർ തന്നെയാണ്. എന്തുകൊണ്ട് 39 മെത്രാന്മാർ ഈ പാലയിൽ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, വിദേശ മിഷണറിമാർ, രണ്ടാമത്തെ മിഷണറി ഫ്രാൻസിസ് സേവിയറാണ്. അതിനുശേഷം പ്രത്യേകിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി സീറോ മലബാർ സഭയിൽ നിന്നാണ് മിഷണറിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത്. മേനംപറമ്പ് പിതാവിനോട് ചോദിക്കുക, നോർത്ത് ഈസ്റ്റിൽ ഇന്ന് അവിടുത്തെ ലത്തീൻ സഭയിൽ, നോർത്ത് ഈസ്റ്റ് സഭ, പിന്നെ ഉത്തരേന്ത്യയിലെ പല സഭകളും വിദേശ മിഷണറിമാരുടെ സംഭാവനകൾക്ക് ശേഷം ഇന്ന് മിഷൻ രൂപതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ സീറോ മലബാർ സഭയിലെ മിഷണറിമാർ ലത്തീൻ സഭയ്ക്ക് നൽകിയിട്ടുള്ള വലിയ സംഭാവന പിതാക്കന്മാർ ഇരിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത്, അതിന് പാലക്കാർ നൽകിയിട്ടുള്ള സംഭാവന, ഉജ്ജയിനിലടക്കം പാലക്കാർ നൽകിയിട്ടുള്ള സംഭാവന ഏറ്റവും വലുതാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് 2000 കൊല്ലത്തെ ക്രൈസ്തവ യൂണിവേഴ്സൽ സാർവത്രിക സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അഗസ്റ്റീനിയൻ ഇപ്പോഴത്തെ മാർപ്പാപ്പ അംഗമായിരിക്കും. അതുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ വന്നിട്ടുണ്ട്. അഗസ്റ്റീനിയൻ സഭ വന്നു, ഡൊമിനിക്കൻ സഭയുണ്ട്, ഫ്രാൻസിസ്കൻസ് ഉണ്ട്, ജെസ്യൂട്ട്സ് ഉണ്ട്, കർമലൈറ്റ്സ് ഉണ്ട്. അവർ മിഷണറിമാർ ചെയ്ത സേവനത്തെ നമ്മൾ കത്തോലിക്ക സഭയിൽ ഓർക്കുകയാണ്. എങ്കിലും നമുക്ക് പറയാനുള്ളത്, 2000 കൊല്ലം സാർവത്രിക സഭയോട് ഒന്നിച്ച് നിന്നവരാണ് നമ്മൾ. 17-ാം നൂറ്റാണ്ടിൽ ഇതിൽ ഒരു വിഭാഗം ഈ കൂട്ടായ്മയിൽ നിന്ന് പോയെങ്കിലും നമ്മൾ മാർപ്പാപ്പയോട് സാർവത്രികമായി എന്നും ഉറച്ചു നിന്ന സഭയാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിർത്തുക. പ്രിയപ്പെട്ടവരെ, ഈ മിഷണറി ചൈതന്യം തുടരേണ്ടിയിരിക്കുന്നു. അതിന് ആവശ്യമായിരിക്കുന്നത് മറ്റു പല രൂപതകളെ എന്ന പോലെ നമ്മുടെ രൂപതയിലും പാലാ രൂപതയിലും അംഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിഷണറിമാരുണ്ടാകണം, അതിന് കുടുംബത്തിൽ അംഗങ്ങളുണ്ടാകണം. അതിൻ്റെ ഒരു അപേക്ഷ വയ്ക്കുക. മിഷണറിമാർ വേണമെങ്കിൽ എന്നോട് ചോദിക്കും, ഇതിന് അച്ഛനെത്തായോ, ഈ അച്ഛന്മാരുടെ മാറ്റം വരുമ്പോൾ ചോദിക്കും, ഒരു അച്ഛനെത്തായോ, രണ്ടാമത്തെ ഒരു നല്ല അച്ഛനെത്തായോ, മൂന്നാമതൊരു കൊച്ചച്ഛനെത്തായോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, എനിക്ക് നല്ല മക്കളെ തായോ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ മക്കളെ തായോ, മിഷണറിമാരുണ്ടാകണേ. അതുകൊണ്ട് പാലാ രൂപതക്കാരോട് പറയുന്നത്, ഈ രൂപതയിൽ നിന്നായിരിക്കണം ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തു പോയിട്ടുള്ള യുവജനങ്ങൾ. എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഞങ്ങൾ രൂപതയിൽ നിന്നൊക്കെ പോകുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ തന്നെ നിന്ന് സമുദായ ശാക്തീകരണം 2026 നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമുദായ ശാക്തീകരണത്തിൻ്റെ അവസരത്തിൽ പാലാ രൂപതക്കാരെ പലതിനും നിങ്ങൾ മാതൃകയാണ് എങ്കിൽ ഈ സമുദായ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലും പാലാ രൂപതക്കാരെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. സമുദായ ശാക്തീകരണത്തിനായി ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ നിൽക്കണം, സമുദായത്തെ വളർത്തണം. സീറോ മലബാർ സമുദായത്തെ, കത്തോലിക്ക സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ, ഭാരതത്തെ വളർത്താൻ നിങ്ങൾ മുന്നിട്ട് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഒറ്റ കാര്യം, ഫ്രാൻസിസ് ലിയോ 14 പാപ്പാവിയുടെ പുതിയ മുദ്രാവാക്യം ഇനില്ലോ ഊനോ ഊനും, അവനിൽ നാം ഒന്നാണ്, ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്നുള്ള ബോധ്യത്തോടെ തോമാസ് ലീഹായുടെ ചൈതന്യം നമുക്ക് ഏറ്റെടുക്കാം. തോമാസ് ലീഹ മാർഗം കളിപ്പാട്ടിൽ പാടുന്ന പോലെ തോമാസ് ലീഹായുടെ ഭാരതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ മിഷണറിമാരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തിൽ ഭയമുണ്ടായി തോമാസ് ലീഹായിക്ക്. അത് മാർഗം കളിപ്പാട്ടിൽ പാടുന്നുണ്ട്. പക്ഷേ ക്രിസ്തു തോമായോട് പറഞ്ഞതായിട്ടുള്ള വാക്ക് നമ്മുടെ പൂർവികർ പാടിയിട്ടുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ അലയടികൾ നമ്മുടെ മനസ്സിൽ ഇന്നും ഉണ്ടായിരിക്കട്ടെ. തോമാസ് ലീഹായോട് കർത്താവ് പറഞ്ഞതായി പൂർവികർ പാടി, നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്ക് ഉള്ളിൽ അഴൽ വേണ്ട, നിന്നോടുകൂടെ ഞാനുമുണ്ട് കൂട്ട്, നീ പോകും നാടതിലെല്ലാം. നമ്മുടെ പൂർവികർ പാടിയതാണ്. കർത്താവ് തോമായോട് പറഞ്ഞതായിട്ട്, പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. യേശു കൂടിയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ക്രിസ്ത്യാനികളെ ഭയപ്പെടേണ്ട. ഈ ഭാരതത്തിൽ എവിടെയായാലും ക്രൈസ്തവരായി നാം രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി, മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നുകൂടി പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെയും ഈ മിഷണറി സംഗമത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.